സർക്കിട്ട് ആസിഫ് അലി അഭിനയിച്ച പുതിയ സിനിമ. സർക്കിട്ടിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കുടുംബമായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമ. വലിയൊരു മെസ്സേജ് ആ സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു സിനിമ പ്രതീക്ഷിച്ചിട്ടൊന്നും ആരും പോകരുത്. സർക്കിട്ട് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ പ്രൊമോഷനും ബാക്കിയുള്ള കാര്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണല്ലോ. വലിയ ഒരു ക്യാൻവാസിലുള്ള സിനിമയൊന്നുമല്ല സർക്കിട്ട്. മിഡിൽ ഈസ്റ്റിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ആ കഥ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഡയറക്ടർ ഇതിൽ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു 90% വിജയിച്ചിട്ടുണ്ട്. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള പിള്ളേരുടെ ഒരു സ്റ്റോറിയാണ് ബേസിക്കലി ചർച്ച ചെയ്യുന്നത്. ആ ഒരു വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ അയാൾ ഒരു അധിഭാവത്വം ഇല്ലാതെ തന്നെ അത് നമുക്ക് പ്രേക്ഷകരിൽ കൺവേ ആവുന്ന വിധത്തിൽ നല്ല രീതിയിൽ അയാൾ എടുത്തു വച്ചിട്ടുണ്ട്. അതിൽ ആ ഡയറക്ടർ കയ്യടി അർഹിക്കുന്നുമുണ്ട്. തമർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഡയറക്ടറുടെ പേര്. ഓക്കെ. അപ്പോൾ എടുത്തു പറയേണ്ടത് ആസിഫ് അലിയുടെ പെർഫോമൻസ് തന്നെയാണ്. എന്തൊരു നടനാണ് അയാൾ. കാരണം മോഹൻലാലിനോ ഇല്ലെങ്കിൽ തിലകനോ നമ്മുടെ NF വർഗീസിനൊക്കെ ശേഷം ഇത്രയും നല്ല സൂക്ഷ്മമായിട്ടുള്ള ഭാവാഭിനയം ചെയ്യുന്ന ഈ പുതുതലമുറയിൽ ഇങ്ങനൊരു നടനുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അത്രയ്ക്കും ഇതായിട്ടാണ് അദ്ദേഹം. കാരണം അഭിനയം എന്ന് പറയുന്നത് വെറുതെ കൂട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 4 ഡയലോഗ് പറയുന്നത് മാത്രം അല്ലല്ലോ അഭിനയം. മുഖത്ത് വരുന്ന ഭാവങ്ങളും അത് ആ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും തന്നെയാണ് അഭിനയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവം. അപ്പോൾ അത്രയ്ക്കും നല്ല രീതിയിലാണ് അദ്ദേഹം ആ കഥാപാത്രത്തിനോട് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വളരെ വളരെ എന്തോ പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കും ഭംഗിയായിട്ട് ഒരു അവാർഡിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവാർഡിനൊക്കെ പരിഗണിക്കാൻ പറ്റുന്നൊരു അഭിനയം തന്നെയാണ് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ കാഴ്ചയിരിക്കുന്നത്. വലിയൊരു കാലിബറിലുള്ള നടൻ ഇന്നത്തെ തലമുറയിൽ നിന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ നായികയായിക്കോട്ടെ, എടുത്തു പറയേണ്ടത് ഈ ഞാൻ പറഞ്ഞില്ല ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ജഫ്രോൺ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരുന്ന ആ കൊച്ചുകുട്ടി. എന്തൊരു നാച്ചുറൽ അഭിനയമാണ് ആ കൊച്ചുകുട്ടി. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ഞാനും പല ഫങ്ഷൻസിനും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന പിള്ളേരെ പല സ്ഥലങ്ങളിൽ നമുക്ക് എനിക്ക് തന്നെ പേഴ്സണലി കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റും ഈ ഒരു കഥയും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റഡായി. സംഭവം അങ്ങനെയുള്ള കുട്ടികളെ നമ്മളൊക്കെ കാണുന്നത് വേറൊരു കണ്ണുകൊണ്ട് കൂടിയാണ് കാണുന്നത്. കാരണം ഒന്നിക്ക് അവരുടെ പാരൻസിൻ്റെ പ്രശ്നം എന്താണ്, ഈ കുട്ടിയെ അച്ഛനൊരു അടി കൊടുക്കാത്തതുകൊണ്ടാണ്, അമ്മയൊരു അടി കൊടുക്കാത്തത് കൊണ്ടാണെന്നാണ് നമ്മളൊക്കെ പേഴ്സണലി ഞാനൊക്കെ ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊരു കൊച്ചിൻ്റെ ഇല്ലെങ്കിൽ അത് അവൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണെന്നും അതൊരു മെൻ്റൽ ഡിസീസ് ആണെന്നുള്ള കാര്യം ഈ സിനിമയിലൂടെ മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദി. കാരണം ഒരു ഓട്ടിസം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഇൻബോൺ ഒരു അസുഖം തന്നെയാണ് ഈ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്ന സാധനം എന്ന് വളരെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കി തന്നു. അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ അതിന്ന് മാറാനും മാറ്റി ആ കുട്ടിയുടെ ആ കൊച്ച് അങ്ങനെ തന്നെയാണോ എന്ന് സംശയം വരുന്ന വിധത്തിലാണ് ജഫ്രോൺ എന്ന് പറയുന്ന മോൻ അഭിനയിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട്. ഒപ്പം ആ കൊച്ചിൻ്റെ അച്ഛനായിട്ട് വന്ന നമ്മുടെ ദീപക്, അദ്ദേഹം വളരെ നല്ലൊരു പെർഫോമൻസാണ് കാണിച്ചു തന്നിരിക്കുന്നത്. കാരണം പലപ്പോഴും ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നു ആ കൊച്ചിങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, ഈ കൊച്ചിൻ്റെ അടുത്തൊരു സ്നേഹമില്ല. കാരണം അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് വസ്തുത. അമ്മ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ. കാരണം അതിനകത്തൊരു വളരെ നമുക്കൊരു ഷോക്കാവുന്നൊരു സീനുണ്ട്. വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ഒരു പാരൻ്റ് ഇല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഫീലാവുന്നു. കാരണം ഇവർക്ക് വേറെയും ഈ ദീപകിൻ്റെ പേരനും വേറൊരു കൊച്ചും കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ അവൾ ക്യാരിങ് ആണെന്ന് അറിയുന്ന നിമിഷത്തിൽ ഈ അച്ഛനൊന്ന് മനസ്സിൽ ആലോചിക്കുന്ന കാര്യം, ഈ കൊച്ചും ഇപ്പോഴുള്ള ഇനി ജനിക്കാൻ പോകുന്ന കൊച്ചും ഇപ്പോഴുള്ള കൊച്ചിനെ പോലെ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം. കാരണം അതെല്ലാം പേരൻസിൻ്റെ ഉള്ളിലും ഉണ്ടാകുന്നൊരു സംശയം തന്നെയാണ്. അതൊക്കെ വളരെ മിതത്വത്തോടു കൂടി നമുക്കൊക്കെ കൺവേ ആവുന്ന വിധത്തിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ള കാര്യം. കാരണം ഇങ്ങനെയുള്ള ഒരു സാമൂഹിക പ്രശസ്തിയുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പാലിക്കേണ്ട ഒരു മിതത്വമുണ്ട്. ആരെയും ഹേർട്ട് ചെയ്യാതെ ഇല്ലെങ്കിൽ ആരെയും ഒന്നും ഇത് ചെയ്യാതെ ആ മിതത്വം അവർ നല്ല രീതിയിൽ പാലിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഇതിലെനിക്ക് ഇതിൻ്റെ നെഗറ്റീവിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സ്ക്രിപ്റ്റിൽ കുറച്ച് പോർഷൻസിൽ നെഗറ്റീവ്സ് ഉണ്ട്. കാരണം
ആദ്യം ആസിഫ് അലിയെ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഒരു 500 ദിർഹം ഇയാൾ കട്ടു എന്ന് പറയുന്ന സമയത്ത് അയാൾ അവിടെ അയാളുടെ റൂമിലുണ്ടാക്കുന്ന പൊല്ലാപ്പൊക്കെ ഈ സിനിമയിൽ ആദ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു വീട്ടിനകത്തേക്ക് 5000 ദിർഹം കക്കാൻ വേണ്ടി കയറുന്നു എന്നുള്ളതിലുള്ള ഒരു അതിഭാവുകത്വം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം അങ്ങനെ ആദ്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ബിൽഡ് കൊടുത്തിട്ട് പിന്നെ അയാളുടെ ആവശ്യം ഒരിക്കലും അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഒരിക്കലും അയാളുടെ ആവശ്യം നിറവേറാൻ വേണ്ടി വേറൊരു വീട്ടിനകത്തേക്ക് 5000 ദിർഹം കക്കാൻ വേണ്ടി കയറത്തില്ല. അത് അവരുടെ ഒരു പാളിച്ച തന്നെയാണ്. അവിടെ ആ കൊച്ചിനിലേക്ക് പുള്ളി അടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സിറ്റുവേഷനായിട്ട് പേഴ്സണലി ഒരു എന്താ പറയുക, ഒരു അതിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസ്ഫുൾ സിറ്റുവേഷനായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന് വേറെ എന്തെങ്കിലും കൊണ്ടുവരായിരുന്നു. അതാണ് ആ സ്ക്രിപ്റ്റിനകത്തുള്ള അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള പോരായ്മകൾ വന്നിട്ടുണ്ട്, ഇവരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കൊച്ചിനെയും കൊണ്ട് ദുബായ് പോലീസ് ഇല്ലെങ്കിൽ പിടിക്കുന്ന സമയത്ത് അത് എല്ലാവർക്കും അവിടെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കറിയാം. ഒരു അതർ കൺട്രിയിലുള്ള ഒരാൾ വന്ന് അവിടെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പറ്റിക്കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കുന്ന ID തന്നെയാണ്, ID യും പാസ്പോർട്ടുമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു നായകൻ തലയൂരി പോവുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. അതിലൊക്കെ കുറച്ചും കൂടി അവർ ശ്രദ്ധ പുലർത്തണമായിരുന്നു എന്നുള്ളത് തോന്നി. ഇത് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന നെഗറ്റീവ്സ് അല്ല, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത നെഗറ്റീവ്സാണ്. കാരണം അത് ഒരു നെഗറ്റീവ് തന്നെയാണ്. ഇങ്ങനൊരു സബ്ജക്റ്റ് പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള നെഗറ്റീവ് അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്നിരുന്നാലും അതൊന്നും നമ്മുടെ രസചാരനെ മുറിച്ചിട്ട് ഉള്ള സംഭവങ്ങളൊന്നുമല്ല. ആസിഫ് അലി എന്ന് പറയുന്ന നടൻ ഇതൊക്കെ നികത്തിയിട്ടും അയാളുടെ അഭിനയത്തിലൂടെ ആ സിനിമയിലേക്ക് നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. ആ സിനിമയെക്കുറിച്ച് ആലോചിപ്പിക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ച് ഒബിയസ്ലി മറ്റേ ചെറുക്കനും കൂടെ ജഫ്രോൺ എന്ന ക്യാരക്ടർ നെയിമുള്ള ആ കൊച്ചുകുട്ടിയും കൂടെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് പോരായ്മകൾ പല സ്ഥലത്തും എഡിറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും സൗണ്ടൊക്കെ പലയിടത്തും ഓവർലാപ്പൊക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ലൊക്കേഷൻസിൻ്റെ കാര്യത്തിൽ ഒരു എഡിറ്റിങ്ങിൽ വന്ന പ്രശ്നമായിരിക്കാം. ഒരു സീൻ കഴിഞ്ഞ് അത് തന്നെ റിപ്പീറ്റ് അടിച്ചിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു സാധനത്തിനകത്ത്. അതൊക്കെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധ പുലർത്തിയിരുന്നെങ്കിൽ ഒരു 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെ ആവുമായിരുന്നു സർക്കിട്ട്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതൊന്നും ഒരിക്കലും ഒരു സാധാരണ ഒരു പ്രേക്ഷകനെ ഒരിക്കലും പ്രേക്ഷകൻ്റെ രസചാരത്തിന് കൊല്ലുന്ന രീതിയിലുള്ള മേക്കിങ് കാര്യങ്ങളൊന്നുമല്ല. വളരെ മിതമായിട്ട് തന്നെയാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അവരുടെ ഒരു സാമൂഹിക പ്രതിബദ്ധമായിട്ടുള്ളൊരു വിഷയം പറയാനുള്ള ഒരു ഇനീഷ്യേറ്റീവിനെ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത് എല്ലാവരും അറിയണം. കാരണം ഈ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലൊക്കെ എവിടെയൊക്കെ വളരുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് തിക്താനുഭവങ്ങളിലും നമ്മളെന്നൊക്കെ നേരിടുന്നുണ്ട്. അതങ്ങനെയല്ല എന്നും മനസ്സിലാക്കി തരാനുമാണ് ഈ സിനിമ നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്കും നമ്മുടെ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി സിനിമ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഈ സിനിമ കണ്ടാൽ കൊള്ളാം. ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും വരുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയും കൊണ്ടുപോയി സിനിമ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എല്ലാവരും. കാരണം നമ്മൾ മാത്രം കാണേണ്ടതല്ല, നമ്മുടെ കുട്ടികളൊപ്പം ഇരുന്ന് അവരെ നടുക്കിരുത്തി അച്ഛനും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഈ സിനിമ. എന്തായാലും ആസിഫ് അലി എന്ന് പറയുന്ന നടൻ മലയാളത്തിൽ ഒരുപാട് ഉയരത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ ഈ സിനിമ കണ്ടിട്ട് എന്നിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും, അത് ഉറപ്പാണ്. എല്ലാവരും സിനിമ പോയി കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ലൊരു സിനിമാനുഭവം തന്നെ ആയിരിക്കും. വലിയ എന്തോ ബ്രഹ്മാണ്ഡ സാധനം എന്ന് പറഞ്ഞിട്ടൊന്നും ആരും പോയി കയറി കാണരുത്. പക്ഷേ നമ്മുടെ പൈസ ഒരിക്കലും നഷ്ടമാവത്തില്ല. അതാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.